മൈസൂർ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ 2025 ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ആങ്കർ ആണ് ധന്യ വർമ്മ. നമസ്കാരം. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല, ജോലി, കുട്ടികൾ, കാര്യങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്നു. അടിപൊളി. അപ്പോൾ നമ്മൾ ഇതുപോലൊരു വലിയൊരു ഡിജിറ്റൽ അവാർഡ് നൈറ്റ്, അതും മലയാളത്തിലെ വെരി ഫസ്റ്റ് ഡിജിറ്റൽ അവാർഡ് നൈറ്റ്, അതിലൊരു വലിയ ഭാഗമാണ് ധന്യ മാം. സോ വാട്ട് യു ഫീൽ റൈറ്റ് നൗ? ശരിക്കും ഐ തിങ്ക് ഇറ്റ്സ് വളരെയധികം റെക്കഗ്നൈസ് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ് ഡിജിറ്റൽ മീഡിയ ഇപ്പോൾ. ആൻഡ് പലപ്പോഴും മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് അത് സെഗ്രിഗേറ്റ് ചെയ്ത് അതിന് വേണ്ട അറ്റൻഷനും വേണ്ട റെക്കഗ്നീഷനും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. സോ ഐ ഫീൽ ദാറ്റ് ഇങ്ങനെ ഒരു അവാർഡോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇവൻറ്റ്, ഒരു ഗ്യാതറിങ് തന്നെ അതിനൊരു വലിയൊരു ബൂസ്റ്റാണ്, ഒരു റെക്കഗ്നീഷൻ തന്നെയാണ്. ഇന്ന് എന്തെങ്കിലും അവാർഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? എനിക്കൊരു അവാർഡ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ എനിക്കൊരു ഇങ്ങനെ ഒരു ഇവന്റിന്റെ ഒരു ഭാഗമാവുന്നതിൽ ഒത്തിരി സന്തോഷം. അതെ അതെ, ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് ടൈം ആണ്, ഇനി അങ്ങനെ എല്ലാ ഇയറും ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇതുപോലത്തെ ഒത്തിരി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ഒരു ഗ്യാതറിങ്ങും ഉണ്ടാവാനുള്ള അവസരങ്ങൾ ഇനി മുന്നോട്ടും കൂടി ഉണ്ടാവട്ടെ. ദാറ്റ്സ് എ ഹ്യൂജ് പോസ്റ്റ്. കാരണം അത്രയും വലിയൊരു സെഗ്മെന്റിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയെ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയനെ ഇപ്പോൾ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ അതിൻ്റെതായ ഗൗരവത്തോടെ അത് കാണേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.